പ്രഭാത ചിന്തകളിലേക്ക് ഇവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 2025 ഏപ്രിൽ മാസം 1, കൊലവർഷം 1200, മീനമാസം 18, ഹിജറ വർഷം 1446, ഷവ്വാൽ മാസം 2, ചൊവ്വാഴ്ച. ഈദുൽ ഫിത്തർ ഇന്നലെ ആഘോഷിച്ചു. ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ട് നേടിയെടുത്ത ആത്മസംസ്കരണവും സാഹോദര്യവും സഹവർത്തിത്വവും നിലനിർത്തുവാനും ലഹരി എന്ന മഹാവിപത്തിനോട് ജാഗ്രത പുലർത്തുവാനും നമുക്കേവർക്കും സാധിക്കട്ടെ. അതിരില്ലാത്ത സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അറിവുകളാണ് ഓരോ പെരുന്നാളും സമ്മാനിക്കുന്നത്. നീണ്ടുനിന്ന ഉപവാസത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇസ്ലാം മതവിശ്വാസികൾ ഈദുൽ ഫിത്തർ സാഘോഷം ആഘോഷിച്ചു. ഈദ് എന്ന അറബിക് പദത്തിന് ആഘോഷം എന്നും ഫിത്തർ എന്ന പദത്തിന് നോമ്പ് മുറിക്കൽ എന്നുമാണ് അർത്ഥം. പരാതികൾ, കുറ്റപ്പെടുത്തൽ, താരതമ്യം ചെയ്യൽ എന്നിവയാണ് നമ്മുടെ മനഃശാന്തിയെ നശിപ്പിക്കുന്നതിന് പ്രധാനമായവ. പരാതിപ്പെടുന്നതിന് പകരം പുതുമയെ പങ്കുവെക്കുകയും സ്വയം മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്താതെ അതിനുള്ള നന്മയെ വിലമതിക്കുകയും കുറ്റം ചുമത്തുന്നതിനായി മറ്റുള്ളവരെ അന്വേഷിക്കുന്നതിന് പകരം സാഹചര്യത്തെ മെച്ചപ്പെടുത്തുവാനുമുള്ള ചുമതല നാം ഏറ്റെടുക്കുക. സ്നേഹം ബഹുമാനത്തിലൂടെയാണ് പ്രകടിപ്പിക്കേണ്ടത്. ബഹുമാനപൂർണമാണെങ്കിൽ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർ ശ്രദ്ധിച്ചു കേൾക്കും, അല്ലെങ്കിൽ നമ്മെ പുച്ഛിച്ചു തള്ളും. പഴുത്ത മാമ്പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മാവിൽ പക്ഷികൾ ഒഴിഞ്ഞ നേരമുണ്ടാവില്ല. മാമ്പഴക്കാലം കഴിഞ്ഞാലോ ഒരു പക്ഷി പോലും ആ വഴിക്ക് കാണില്ല. നമ്മുടെ കാര്യവും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ്. ആരിൽ നിന്ന് ഗുണമുണ്ടോ അവരോട് ചേർന്ന് നിൽക്കുവാൻ പലരും കാണും. അവരിൽ നിന്ന് ഇനിയൊന്നും കിട്ടാനില്ലെന്ന് മനസ്സിലാക്കിയാൽ അവനെ പുറന്തള്ളുക മാത്രമല്ല, സമൂഹത്തിൽ പോലും മോശക്കാരനായി ചിത്രീകരിക്കുവാനും മടിക്കില്ല. പ്രഭാത ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ്.